പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി ആർഎസ്എസ് തലവൻ മോഹൻ ഭഗവത്. കുറച്ചു മണിക്കൂറുകളായി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് മോദിയെ ഉദ്ദേശിച്ചെന്ന പോലെ ആർഎസ്എസ് തലവൻ പറഞ്ഞ വാക്കുകളാണ്. ആർഎസ്എസ് ബി.ജെ.പി ബന്ധം ഒരു സഹോദര ബന്ധം പോലെ ആയിരുന്നുവെങ്കിലും കുറച്ചു നാളുകളായി ഇരുവർക്കുമിടയിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ പ്രകടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രകടനം താരതമ്യേന മോശമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈയിടെയായി ആർഎസ്എസ് ബി.ജെ.പിക്കെതിരെ, പ്രത്യേകിച്ച് മോദിക്കെതിരെ രംഗത്ത് വന്ന് തുടങ്ങിയിരിക്കുന്നത്. ചില ആൾക്കാർ ദൈവമാകാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആർഎസ്എസിന്റെ തലവന്റെ പ്രസ്താവന. ജയറാം രമേശ് അടക്കം ട്വിറ്ററിൽ കോഡ് ചെയ്യുകയും ഇത് വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ബി.ജെ.പി ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും ബി.ജെ.പിയുടെ മദർ ഓർഗനൈസേഷൻ ആർഎസ്എസ് ആണെന്ന് പറയാം. ബി.ജെ.പി ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും ബി.ജെ.പിയുടെ മദർ ഓർഗനൈസേഷൻ ആർഎസ്എസ് ആണെന്ന് പ്രവർത്തകരടക്കം കരുതാറുണ്ട്. ആർഎസ്എസും ബി.ജെ.പിയും രണ്ടാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിക്കും ആർഎസ്എസിന്റെ രൂപമാണ് ബി.ജെ.പി എന്ന വാദവുമുണ്ട്. അടിസ്ഥാനപരമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മദർഷിപ്പിന്റെ രാഷ്ട്രീയ രൂപമാണ് ബി.ജെ.പി. അതിനാൽ തന്നെ ആർഎസ്എസ് എപ്പോഴും അവരുടെ ഒരാളെ ബി.ജെ.പിയിൽ നിയന്ത്രണമുണ്ടാകാനായി അയക്കാറുണ്ട്. ആർഎസ്എസും ബി.ജെ.പിയും ഒരുപോലെയാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അതുപോലെയാണ് അവർ കരുതിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ പ്രസിഡന്റായിരുന്ന ജെ.പി. നദ്ദ ഞങ്ങൾക്ക് ആർഎസ്എസിനെ വേണ്ട എന്നൊരു ആഹ്വാനം നടത്തി. അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ഒരുപാട് കേന്ദ്രങ്ങളിൽ അത്ഭുതമുണ്ടാക്കി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതെന്ന് എല്ലാവർക്കും ഇടയിൽ സംശയങ്ങൾ സൃഷ്ടിച്ചു. ആർഎസ്എസും ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടുയരുന്ന മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിന് ശേഷം മോഹൻ ഭഗവത് ശക്തമായി വിമർശിക്കുന്നത് ഒരു പൊതുസേവകന് ഒരിക്കലും അഹങ്കാരമുണ്ടാകാൻ പാടില്ലെന്നാണ്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ചാണെന്ന് പലരും വ്യാഖ്യാനിച്ചിരുന്നു. ഇന്ത്യയുടെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവർ, ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിംഗിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആർഎസ്എസിന്റെ മറ്റൊരു മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ വളരെ ശക്തമായി തുറന്നു പറഞ്ഞു, അഹങ്കാരമുള്ളവനെ ശ്രീരാമൻ 241 കൊണ്ട് നിർത്തിയെന്ന്. ഇതിൽ നിന്നും വ്യക്തമാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചാണ് ഈ പരാമർശങ്ങളെന്ന്. ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ വ്യക്തമാകുന്നത് ആർഎസ്എസും ബി.ജെ.പിയും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടെന്നാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ബയോളജിക്കൽ ഒറിജിൻ അല്ല, പകരം ഗോഡാണെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ നരേന്ദ്രമോദി ഓരോ പ്രസ്താവനകളിൽ നിന്നും രാഹുൽ ഗാന്ധി അടക്കം പലരെയും കളിയാക്കുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചും നരേന്ദ്രമോദിയുടെ പല പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തെ കളിയാക്കാനുള്ള മോദിയുടെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. തന്നെ എതിർ പാർട്ടികൾ ആക്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് CPM-നെ ആക്രമിച്ചുവെന്നാണ്. അതുപോലെയാണ് നരേന്ദ്രമോദിയും. താനാണ് ഹിന്ദു സമുദായം എന്ന പ്രതിരോധമാണ് നരേന്ദ്രമോദി സൃഷ്ടിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും, കോൺഗ്രസും ബി.ജെ.പിയും CPM-ഉം എല്ലാവരും ഇതുപോലെ നടത്താറുണ്ട്. നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന ആഴത്തിലൊന്ന് വിശകലന വിധേയമാക്കിയാൽ താൻ ബയോളജിക്കൽ ഒറിജിൻ അല്ല, ഗോഡാണെന്ന പ്രസ്താവനയുടെ സാരാംശം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കാം. ജാർഖണ്ഡിലെ ഗ്രാമത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയെക്കുറിച്ചാണ് നരേന്ദ്രമോദി ഈ പ്രസ്താവന നടത്തിയത്. ഒരു വ്യക്തിയുടെ വളർച്ചയും വികാസവും എന്താണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വ്യക്തി ആദ്യം മനുഷ്യനാകുന്നു, മനുഷ്യനിൽ നിന്ന് സൂപ്പർമാൻ ആകുന്നു, അതിൽ നിന്നും ദേവതയാകുന്നു, ദേവതയിൽ നിന്ന് ഭഗവാനാകുന്നു, ഭഗവാനിൽ നിന്ന് വിശ്വരൂപമാകുന്നു. ഇങ്ങനെ ഒരാളുടെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയായിരിക്കാം നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മോഹൻ ഭഗവത് അടക്കം ആർഎസ്എസ് പ്രമുഖർ നരേന്ദ്രമോദിക്കെതിരെ ഒരു വിരുദ്ധ വികാരം മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും സജീവമാണ്. ബി.ജെ.പിയെ നല്ല വഴിക്ക് നടത്തി ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള വിമർശനങ്ങളായും ആർഎസ്എസിന്റെ ഇത്തരം നിശിതമായ വിമർശനങ്ങളെ നോക്കിക്കാണുന്നവരുമുണ്ട്.